നമസ്കാരം. സി.ജെ. റോയ് മരിച്ചിട്ട് ഇപ്പോൾ 10 ദിവസങ്ങൾ കഴിയുകയാണ്. കഴിഞ്ഞ 30-ാം തീയതിയാണ് അദ്ദേഹം മരിച്ചത്. ഇന്ന് 10-ാം തീയതി. ഏകദേശം 11 ദിവസങ്ങൾ പിന്നിടുകയാണ് ഇപ്പോൾ. ഈ 11 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ സി.ജെ. റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ പുറത്തു വന്ന വിവരം അദ്ദേഹം സ്വയം വെടിവെച്ചു മരിച്ചു എന്നുള്ളത് തന്നെയാണ്. ആ ആ വെടിവെച്ച് മരിച്ച അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ ബിസിനസ് ലോകത്ത് മുഴുവൻ പെട്ടെന്ന് പടർന്ന് കേരളം ശരിക്കും ഞെട്ടി. കാരണം കേരളത്തിൽ സി.ജെ. റോയിയെ അറിയാത്തൊരാരുമില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഒരു പ്രാഞ്ചിയേട്ടനാണെങ്കിലും പക്ഷെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കിയിരുന്നു. സ്റ്റാർ സിംഗറിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹം എപ്പോഴും അവാർഡുകൾ കൊടുത്ത് അതിൽ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിന്റെ പേരും സ്ഥാപനത്തിന്റെ പേരും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒരു കാലഘട്ടത്തിൽ വിശ്വസ്തയുടെ പര്യായം എന്ന് പറയുന്നത് അറ്റ്ലസ് രാമചന്ദ്രൻ പറയുന്ന വാചകങ്ങൾ പോലെയാണ് നമ്മുടെ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സി.ജെ. റോയിയെ പറ്റി പറയാനുള്ളതും. അദ്ദേഹം 2006 തുടങ്ങിയ ജൈത്രയാത്ര 2026 അദ്ദേഹം ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലാണ് എത്തിച്ചേർന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്നുള്ളതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം കുടുംബം തന്നെ പറയുന്നു ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അവരെ നല്ല രൂപത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയിട്ടുള്ളത് എന്നുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കുടുംബം പറഞ്ഞത് എന്താണ്? ആദായ നികുതി വകുപ്പിന്റെ ക്രൂരമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് സി.ജെ. റോയ് ആത്മഹത്യ ചെയ്യാൻ കാരണമായത്. യഥാർത്ഥത്തിൽ അന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഞെട്ടിപ്പോയിരുന്നു. കാരണം അവർ 2026 ജനുവരി 29 അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫയൽ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ക്യാബിൻ തുറന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ സി.ജെ. റോയ് വളരെ കൃത്യമായി അവരോട് പറഞ്ഞത് ക്യാബിൻ തുറന്ന് പരിശോധിക്കാൻ സമ്മതിക്കില്ല, അതേ സമയത്ത് ഫയലുകളെല്ലാം ഞാൻ തരാം എന്നുള്ളതാണ്. പക്ഷേ ഈ ഇതിൽ നിന്ന് തന്നെ അദ്ദേഹം കൃത്യമായി ഞെട്ടിയത് എന്താണ്? അദ്ദേഹത്തിന് രഹസ്യമായി ഫണ്ട് ചെയ്തിരുന്ന പ്രമുഖനായ ഒരാളുടെ പേരാണ് ആദായ നികുതി വകുപ്പ് പറഞ്ഞത്. കൃത്യമായ കണക്കും എമൗണ്ടും സ്ഥലവും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ തന്നെ അദ്ദേഹം വെരിഫൈ ചെയ്തിരുന്നു. ആ ആളുമായിട്ട് അദ്ദേഹം കൃത്യമായി പറഞ്ഞു, എന്നെ ചോദ്യം ചെയ്തിരുന്നു. എന്നെ ചോദ്യം ചെയ്തപ്പോൾ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് സത്യം പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ കരുതാം. ഗൾഫിലും അതേപോലെ ഇന്ത്യയിലും പണം എത്തിക്കുന്ന ആ സ്രോതസ് പിടിക്കപ്പെട്ടതാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മാനസിക സമ്മർദ്ദം കൂട്ടിയത് എന്ന് കരുതണം. അതേസമയത്ത് കഴിഞ്ഞ 6 മാസമായി അദ്ദേഹം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അതിന് കാരണം ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത പ്രത്യേക അറിയിപ്പിലൂടെയാണ്. അതായത് സി.ജെ. റോയ് യിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ദുബായിൽ പ്രത്യേകിച്ച് അദ്ദേഹം നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകൾക്ക് കൃത്യമായിട്ട് സോഴ്സ് വ്യക്തമാക്കുന്നില്ല. മുമ്പത്തെ മാതിരിയല്ല. എന്ത് നടന്നാലും അത് ഇന്ത്യ ഗവൺമെന്റ് അറിയിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് തിരിച്ചും ഗവൺമെന്റ് അറിയിക്കണം. അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അടുപ്പമാണുള്ളത്. മറ്റു രാജ്യങ്ങൾ പോലെയുള്ള അടുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഏത് കാര്യങ്ങൾക്കും നയതന്ത്ര ബന്ധം അവർ പുലർത്തുന്നുണ്ട്. ഈ പോലീസിന്റെ കാര്യത്തിലായാലും അവിടെ പിടിക്കപ്പെടാതെ രക്ഷപ്പെടുന്ന ആളുകളെ പിടിച്ചു കൊടുക്കുന്ന കൃത്യമായി ഇവിടെ നിന്ന് പോലീസ് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ അവിടെ പോയി മുങ്ങുന്ന ആൾക്കാരെ ഇവിടേക്കും പിടിച്ചു കൊടുക്കുന്നുണ്ട്. പഴയ മാതിരി തട്ടിപ്പ് നടത്തി യിൽ പോയി ഒളിവിൽ താമസിക്കാൻ പറ്റില്ല. അത്രയും വളരെ കുറ്റമറ്റതാവുകയാണ് ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസ് സംവിധാനങ്ങൾ. അപ്പൊ ആ സന്ദർഭത്തിൽ സി.ജെ. റോയിയുടെ പണ ഇടപാടുകളെ കുറിച്ചുള്ള അതിവിശദമായ റിപ്പോർട്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഉടനെ ഇതിനുള്ള എൻഫോഴ്സ്മെന്റിന്റെയും അതേപോലെ IT വകുപ്പിന്റെയും അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണമാണ് എത്തിച്ചേർന്നത് കൃത്യമായി സി.ജെ. റോയ് കുടുങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായി തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സി.ജെ. റോയുടെ അടിയന്തരമായിട്ട് ബാംഗ്ലൂരിലെത്താൻ നിർദ്ദേശം കൊടുത്തത്. അല്ലാതെ വെറുതെ വരാൻ വേണ്ടി പറഞ്ഞതല്ല. സ്വന്തം ഫ്ലൈറ്റുള്ള സി.ജെ. റോയ് ഉടനെ അദ്ദേഹം ബാംഗ്ലൂരിലെത്തുന്നു. അദ്ദേഹം ഈ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരെ കാണുന്നു. കഴിഞ്ഞ 6 മാസമായി ഇതേപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു ക്ലൈമാക്സ് ആണ്
കഴിഞ്ഞ 29 നടന്നത്. അതിൽ കൃത്യമായ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ കൃഷ്ണപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർക്ക് രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം മുട്ടി. അദ്ദേഹം അവസാനം പറഞ്ഞു, ഞാൻ നാളെ നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായി വിവരങ്ങൾ കിട്ടണം. എന്നാൽ പിറ്റേ ദിവസം അവർ എല്ലാ കാര്യങ്ങളും പഠിച്ച് ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 4 മണിയോടെ വിവരം അറിയിക്കാമെന്നുള്ള നിലയിൽ താഴെ ഗ്രൗണ്ടിലായിരുന്നു, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മെയിൻ ഓഫീസിന് താഴെ നിലയിൽ ആയിരുന്നു അവരുണ്ടായിരുന്നത്. എന്നാൽ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. CJ റോയ് വന്ന് ഏകദേശം 3 മണിയോടെ കയറി വരുന്നു. ജോസഫിന്റെ കൂടെ, അതിന്റെ എം ഡി ആയ ജോസഫിന്റെ കൂടെ കയറി വരുന്നു. പിന്നെ കേട്ടത് അദ്ദേഹത്തെയും കൊണ്ട് ഓടുന്ന രംഗങ്ങളാണ്. അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അതോടൊപ്പം പിന്നെ പോലീസ് വരുന്നു, DGP വന്ന് ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്താനുള്ള ഏർപ്പാട് ചെയ്യുന്നു. കാരണം അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെയുള്ള. ഏത് സമയത്തും അവിടെയുള്ള ജോലിക്കാർ ഇദ്ദേഹത്തെ മാനസിക സമ്മർദ്ദമായി ഉണ്ടാക്കി സ്വയം വെടിവെച്ച് മരിക്കുന്നതിന് കാരണമായി എന്ന് പറയുന്ന ഒരവസ്ഥ വന്നാൽ, അവിടെയുള്ള 1000-ഓളം ജീവനക്കാർ അക്രമാസക്തരായാൽ എന്തു ചെയ്യും? അവിടെ നിന്ന് ഉടനെ അന്നപ്പോഴേക്ക് ദൃശ്യമാധ്യമങ്ങൾ എത്തിയിരുന്നു. എന്നാൽ അവിടെ നിന്ന് 3 ഭാഗമായി തിരിച്ച് 3 വാഹനത്തിൽ അവർ പുറപ്പെടുകയും 3 വാഹനം മല ഭാഗങ്ങളിലൂടെ ഒരേ സ്ഥലത്തെത്തുകയും ചെയ്തു. പിന്നീട് ആദായ നികുതി വകുപ്പിന്റെ താഴെയും പത്രക്കാർ ട്രേസ് ചെയ്തിരുന്നു. എന്നാൽ അവർ അവിടെ നിന്ന് വേറെ വാഹനത്തിൽ മുന്നിൽ പോവുകയും അതാണ് ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് തെറ്റിദ്ധരിച്ച് അതിന്റെ പിന്നാലെ പത്രക്കാർ പോവുകയും ചെയ്തു. അങ്ങനെയാണ് ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്തുകയും കേരളത്തിലെത്തുകയും ചെയ്തത്. 2-3 ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ചോദ്യം ചെയ്യലിന് വിധേയമായി ബാംഗ്ലൂരിൽ നിൽക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ ഇതിനിടയിൽ നടന്നിരിക്കുന്ന ഒരു കാര്യം, ഇതൊരു കൊലപാതകമാണോ അല്ലയോ ആത്മഹത്യയാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ CJ റോയ് മരിച്ചിരിക്കുന്നത് സ്വന്തം നെഞ്ചിൽ വെടിവെച്ചാണ്. ഒരു തടിമാടനായ ഒരാള്, അല്ല കൈ എങ്ങനെ മടക്കിയിട്ട് വെക്കാൻ പറ്റും? വെടിവെക്കാൻ ഒരിക്കലും കഴിയില്ല. ഒന്നുകിൽ വെടിവെച്ചതായിരിക്കണം, അല്ലെങ്കിൽ അഭ്യാസി കഷ്ടപ്പെട്ട് നെഞ്ചിൽ വെടിവെച്ചിട്ടുണ്ടാവണം. നെഞ്ചും ശ്വാസകോശങ്ങളും തകർത്തുകൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. പക്ഷെ ഇതിനോടുള്ള കാര്യം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പണം ഇൻവെസ്റ്റ് ചെയ്ത നിരവധി ആളുകളുടെ വിവരങ്ങൾ ആദായ നികുതി കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും അതേപോലെ ദുബായിലെയും എല്ലാം എത്രയോ പ്രമുഖരായ ആളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ പല ആളുകളും ഇത് ഇങ്ങനെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പണം വിഡ്രോ ചെയ്തിരുന്നു. അത് പ്രകാരം പല പദ്ധതികളും പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതിന്റെ ദുരൂഹതകൾ മാറുന്നില്ല. മരണത്തിലും ദുരൂഹതയുണ്ട്, ഈ പറയുന്ന റെയ്ഡിന്റെ കാര്യത്തിലും ദുരൂഹതയുണ്ട്. ഏത് പ്രശ്നത്തിലാണ് അദ്ദേഹത്തെ വേട്ടയത്? എന്തായാലും ദുബായിൽ നിന്ന് അദ്ദേഹം വരുമ്പോൾ തന്നെ ആത്മഹത്യാ കുറിപ്പ് തയ്യാറാക്കിയിരുന്നു. ഞാൻ പിടിക്കപ്പെടാൻ പോവുകയാണ്, ഇനി രക്ഷയില്ല, ഇനി മരണം മാത്രമാണ് മുന്നിലുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ദുബായിൽ നിന്ന് വരുമ്പോൾ കൃത്യമായി അറിഞ്ഞത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് തന്നെയായിട്ടുള്ള ഡയറി കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഡയറി കുറിപ്പ് തന്നെയാണ് ഇതിലെ പിടിവള്ളിയായിട്ട് ആദായ നികുതി വകുപ്പിന് ഗുണം ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പിടിക്കപ്പെടുമായിരുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. കാരണം ആരാണോ പ്രേരണ കൊടുത്തത് ആത്മഹത്യക്ക്, ആ പ്രേരണ കൊടുത്ത ആൾക്കാരെ 10 വർഷം ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്, കഠിന തടവാണ്. നമുക്കറിയാം PP ദിവ്യയുടെ കാര്യത്തിൽ, ഈ അടുത്ത കാലത്ത് ജംഷിദയുടെ കാര്യത്തിൽ കോഴിക്കോട്, ഇവരൊക്കെ ആത്മഹത്യയെ പ്രേരണ കൊടുത്തതിന്റെ പേരിലാണ് ദീപക്കൊക്കെ ആത്മഹത്യ ചെയ്തത്. അതേപോലെ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതേപോലെ ഒരു കേസായി മാറുമായിരുന്നു. പക്ഷെ രക്ഷിച്ചത് എന്താണ്? ഈ ആത്മഹത്യാക്കുറിപ്പാണ്. അല്ലെങ്കിൽ ഈ ആദായ നികുതി ഉദ്യോഗസ്ഥന് പെട്ടുപോയിരുന്നതിനെ അദ്ദേഹം എഴുതിയ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒരു വരി എഴുതിയിരുന്നെങ്കിൽ ആ 8 ഉദ്യോഗസ്ഥന്മാരും ജയിലിലാകുമായിരുന്നു. പിന്നെ ഊരിപ്പോരുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ. പക്ഷെ ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ആദായ നികുതി വകുപ്പിലെ പ്രമുഖരായ ആളുകൾ പറയുന്നത്. എന്തായാലും CJ റോയുടെ ദുരൂഹത മാറുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ വിദേശത്ത് നിന്ന് വരുമ്പോഴേ മരിക്കാൻ തയ്യാറായി വന്ന ഒരു പ്രവാസി മലയാളിയാണ് ഈ പറയുന്ന നമ്മുടെ CJ റോയ്. അദ്ദേഹം താമസിക്കുന്ന സ്ഥലം എങ്ങനെയാണ്? 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം വാടകയ്ക്ക് എടുക്കും. 15 കൊല്ലമായി ഇതേപോലെ വാടകയ്ക്കെടുത്ത് കോടിക്കണക്കിന് രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കാറുകൾ റേഞ്ച് റോവർ ഒക്കെ 10-12 എണ്ണമാണ് അദ്ദേഹം മേടിച്ചിട്ടിരിക്കുന്നത്. കാറുകളുടെ കൂമ്പാരമാണ് അദ്ദേഹത്തിന് അവിടെ ഉള്ളത്, ദുബായിലുള്ളത്. എന്തായാലും ധനാഢ്യനായ ആഡംബര ജീവിതം നയിച്ച അദ്ദേഹം മരിച്ചത് ദുർബലമായ ചില പ്രശ്നങ്ങൾ, അതായത് മരണം, അറസ്റ്റ് ഉറപ്പാണ്, ജയിൽവാസം ഉറപ്പാണ് എന്ന് ഉറപ്പാക്കി തന്നെയാണ്
അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജനങ്ങളെ മുന്നിൽ അദ്ദേഹത്തിന് ഇമേജ് തകർന്നു പോകും. അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള മരണമായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഇത് കൊലപാതകമാണോ എന്നുള്ള സംശയം നിൽക്കുമ്പോൾ ഇതിന് എല്ലാം മാറും. ഈ പറഞ്ഞ കഥകളൊക്കെ മാറും. അതിന്റെ ആ ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരാണ് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയണം. അതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് CCTV ക്യാമറ കംപ്ലീറ്റ് ഓഫാക്കി വെച്ചതും അതാര് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. നന്ദി, നമസ്കാരം.